ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹെവൻമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവനെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഇന്നത്തേക്ക് 2 വർഷമായി. അതേപോലെ രാവിലെ എഴുന്നേറ്റ് നാട്ടിലുള്ള അമ്പലത്തിലോട്ട് പോയി. ആളെ എഴുന്നേറ്റിട്ടൊന്നുമില്ല, ഒരു വിധത്തിലാണ് ഉറക്കത്തെ പിടിച്ച് കുളിപ്പിച്ച് ഇക്കോലത്തിലാക്കി എടുത്തത്. അങ്ങനെ നടുവണ്ണൂരത്തിനുള്ള ഒരു അമ്പലത്തിലേക്കാണ് പോയത്. അമ്പലത്തിലെത്തിയെന്നൊന്നും പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. ആശാനിപ്പോഴും നല്ല ഉറക്കം തന്നെ. അങ്ങനെ അമ്പലത്തിനുള്ളിലോട്ട് കയറി. അപ്പം കയറുന്നതിൻ്റെ മുന്നേ ഞാൻ നോക്കിയത് അവിടെ പ്രസാദം കൊടുക്കുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി അവിടെ ഉണ്ടോ എന്നാണ് ആദ്യം നോക്കിയത്. ഭാഗ്യത്തിന് ചേച്ചി പ്രസാദം കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടപ്പോൾ ചിരിക്കുകയും ചെയ്ത് സമാധാനമായി. ഇനിയിപ്പോൾ എന്തായാലും പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പ്രസാദം കഴിക്കാമല്ലോ. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി അതൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ തന്നെ പ്രസാദം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ 2 പേർക്കും കൂടെ. പ്രസാദം കണ്ടപ്പോൾ തന്നെ ഹെവൻ എഴുന്നേറ്റുണ്ട്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കയ്യിലേക്ക് എത്തില്ല, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേക്കും. കുറച്ച് വാരി ചുണ്ടിൽ വെച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. പിറന്നാൾ ദിവസം ആയതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട കുറച്ച് വിഭവങ്ങളൊക്കെ വെച്ച് ഞങ്ങളൊരു സദ്യ ഉണ്ടാക്കി. പിറന്നാളുകാരൻ പിറന്നാൾ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറ് വല്ലാണ്ട് കഴിക്കുന്നില്ലെങ്കിലും പപ്പടം 3-4 അടിച്ച് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ പപ്പടത്തിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവൻ്റെ തീറ്റ കാര്യമായിട്ട് നടക്കാത്തതുകൊണ്ട് രാജി കുഴച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുഴച്ചപ്പം കുറേയൊക്കെ തിന്നുന്നുണ്ട്. പക്ഷെ എന്തായാലും സ്വന്തം എടുത്ത് കഴിക്കണം, അതാണ് ഇഷ്ടം. എന്തായാലും അവൻ്റെ അമ്മ വാരി കൊടുത്തുകൊണ്ട് അവൻ കുറച്ചുകൂടി കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ ടൗണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് വേറെ സെലിബ്രേഷനോ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ചെറിയ രീതിയിൽ കേക്ക് കട്ടിങ് അത്രയും വിചാരിച്ചുള്ളൂ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ കെട്ടിപ്പൊട്ടി ഞങ്ങൾ 3 പേരും കൂടെ ടൗണിലേക്ക് തിരിച്ചു. ഇനി ബാക്കി കാഴ്ചകളൊക്കെ വീഡിയോ കാണാം.
മോൻ്റെ ബർത്ത്ഡേ ഇത്തവണ ഞങ്ങൾ ഇങ്ങനെ അങ്ങ് ആഘോഷിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.